ബഹ്റൈനിൽ 1,30,000 ദിനാറിന്റെ തട്ടിപ്പ് നടത്തി മുങ്ങിയിരിക്കുകയാണ് രണ്ട് മലയാളി അക്കൗണ്ടന്റുമാർ. തിരുവനന്തപുരം സ്വദേശിയായ മലയാളി പ്രവാസിയുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന ഇരുവരും ഏകദേശം 3 കോടിയോളം തട്ടിയതായാണ് കണക്കുകൾ. സ്ഥാപന ഉടമയുടെ പരാതിയെ തുടർന്ന് ഒരാളെ റിഫ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെയാൾ രാജ്യം വിട്ടതായാണ് ലഭിക്കുന്ന വിവരം. തിരുവനന്തപുരം സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള സ്റ്റീൽ ആൻഡ് ഫാബ്രിക്കേഷൻ കോൺട്രാക്ടിംഗ് കമ്പനിയിൽ 2017 മുതൽ ജോലി ചെയ്തു വരുന്നവരാണ് പ്രതികൾ. തിരുവനന്തപുരം ആലപ്പുഴ സ്വദേശികളായ ഇരുവരുമാണ് സ്ഥാപനത്തിലെ കണക്കുകളും മറ്റും കൈകാര്യം ചെയ്തിരുന്നത്. സാലറി ഇനത്തിലും മറ്റുമായി കണക്കുകളിൽ അധിക തുക എഴുതി ചേർത്താണ് തട്ടിപ്പ് നടത്തിയത്. മാസം 2000 മുതൽ 2500 ദിനാർ വരെ അധികമായി എഴുതി ചേർത്തെന്നാണ് കണ്ടെത്തൽ. 2020 മുതലുള്ള സാലറി ഇനത്തിൽ മാത്രം നടത്തിയ തിരിമറിയുടെ കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നത്. അതുമാത്രം 3 കോടി ഇന്ത്യൻ രൂപയോളം വരുമെന്നാണ് സ്ഥാപന ഉടമ വ്യക്തമാക്കുന്നത്. രാജ്യം വിട്ട പ്രതിയുടെ ഗർഭിണിയായ ഭാര്യയും മാതാവും സഹോദരിയും ബഹ്റൈനിലുണ്ടായിരുന്നു. പ്രശ്നങ്ങൾക്ക് ശേഷം മാതാവും ഭാര്യയും നാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഇതേ സ്ഥാപന ഉടമയുടെ സ്പോൺസർഷിപ്പിലാണ് സഹോദരി ബഹ്റൈനിൽ ജോലി ചെയ്യുന്നത്. പ്രതികളുടെ ജീവിത രീതിയിലെ മാറ്റങ്ങളിൽ നേരത്തെ തന്നെ സംശയം തോന്നിയ സ്ഥാപന ഉടമ സ്ഥിരീകരിക്കാൻ നടത്തിയ സൂക്ഷ്മ പരിശോധനയിലാണ് തട്ടിപ്പ് വിവരം പുറത്തറിയുന്നത്. കഴിഞ്ഞ സെപ്റ്റംബറിൽ സ്വകാര്യ ആവശ്യങ്ങൾക്കായി നാട്ടിലേക്ക് പോയ അദ്ദേഹം തിരിച്ചെത്തിയത് ഈ മാസം 11-നായിരുന്നു. ശേഷം നടത്തിയ പരിശോധനയിൽ കഴിഞ്ഞ 3 മാസത്തെ കണക്കുകളിൽ മാത്രം 6500 ദിനാറിന്റെ അധിക തുകയാണ് കണ്ടെത്താനായത്. വിശദമായ പരിശോധനയ്ക്ക് ശേഷമാണ് തട്ടിപ്പിന്റെ തോത് എത്രത്തോളമാണെന്ന് മനസ്സിലായത്. കണക്കുകൾ അധികമായി കൂട്ടിച്ചേർത്ത് ആർക്കും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ ഇരുവരും തന്ത്രപൂർവ്വം ഒളിപ്പിക്കുകയായിരുന്നു. സ്ഥാപനത്തിലെ ഓഡിറ്ററുടെ പരിശോധനകളിൽ പോലും ഈ തട്ടിപ്പ് കണ്ടെത്താനായിരുന്നില്ല.